ഒരുപാട് കഴിവുണ്ടായിട്ടും ആളുകൾ വളരെ ആവറേജായ ജീവിതം നയിക്കുന്ന കണ്ടിട്ടുണ്ട്. വളരെ ടാലൻറ്റഡ് ആയിരിക്കും അവർ. ഒരുപക്ഷെ അവരായിരിക്കും ഏറ്റവും ടാലൻറ്റുള്ള ആൾ, കുടുംബത്തിലതെ, നാട്ടിലതെ. പക്ഷെ അവരെക്കാളും ടാലൻറ്റ് കുറഞ്ഞ ആളുകൾ അവരെക്കാളും മികച്ച രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, അവരെക്കാളും മികച്ച രീതിയിൽ ജീവിക്കുന്നുണ്ടാവും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ ചിന്തിച്ചിട്ടുണ്ട്? അതിന് കാരണം ഇത്രയേ ഉള്ളൂ. ടാലൻറ്റ് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടില്ല. കഴിവുള്ളത് കൊണ്ട് മാത്രം ഒരാൾ എവിടെയും എത്തില്ല. ആ കഴിവിൻ്റെ കൂടെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനമുണ്ട്. അത് ഡിസിപ്ലിനാണ്. നമുക്ക് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നമ്മൾ ഒരു തരത്തിലും നമ്മൾ രക്ഷപ്പെടില്ല. എന്താണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ? കുട്ടിക്കാലം പോലെ നമ്മൾ തെറ്റിദ്ധരിച്ചൊരു വാക്കാണ് അച്ചടക്കം. അച്ചിലേക്ക് അടക്കി വെക്കുക. എന്താണ് അർത്ഥം? ഒരു സിസ്റ്റത്തിനകത്തിലേക്ക് അടക്കി വെക്കുക. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരു സിസ്റ്റം ഉണ്ടാവുക എന്നാണ് അർത്ഥം. അത് എല്ലാ മേഖലയിലും ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു പ്രത്യേക രീതി ഉണ്ടാവുക, ഒരു സ്ട്രക്ചർ ഉണ്ടാവുക, ഒരു ഘടന ഉണ്ടാവുക. അതിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ എടുത്തു വെക്കാം. അപ്പോൾ ശരിക്കും അങ്ങനെ ജീവിച്ചാൽ ജീവിതം വളരെ റൊബോട്ടിക് ആവില്ലേ? അങ്ങനെയല്ല പറഞ്ഞത്. ആ ഡിസിപ്ലിൻ്റെ ഭാഗമാണ് എൻജോയ്മെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് എല്ലാം. അതിനുള്ള സമയം ഡിസിപ്ലിൻഡായി ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ കഴിയൂ. അത് സമയം തീരുമാനിക്കുന്ന കാര്യത്തിലായാലും നമ്മൾ കാര്യങ്ങൾ, പല ആൾക്കാരും ടാലൻ്റ് ഉണ്ട്, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല? ആ ടാലൻറ്റിനെ കൃത്യമായ ഡിസിപ്ലിനിലേക്ക് അവർ ചെയ്യുന്നു. ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങൾ ബിസിനസ് മാനാണ്, നല്ല ടാലൻറ്റഡായ ബിസിനസ് മാനാണ്, ഐഡിയാസ് ഇഷ്ടം പോലെ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ ഐഡിയ ഒന്നും നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. ഈ ഐഡിയ നടപ്പിലാക്കണമെങ്കിൽ എന്ത് വേണം? കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. ആ സ്ട്രെയിൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. ആ സ്ട്രെയിനിൻ്റെ പേരാണ് ഡിസിപ്ലിൻ. ആ സ്ട്രെയിൻ എടുക്കണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഓഫീസിൽ കൂടുതൽ സമയം ഇരിക്കേണ്ടി വരും. നിങ്ങൾ ചിലപ്പം പേപ്പറും പേനയായിരുന്നു കൂടുതൽ കാൽക്കുലേഷൻസ് നടത്തേണ്ടി വരും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കേണ്ടി വരും. നിങ്ങൾ പലതും പ്രവർത്തിക്കേണ്ടി വരും. വിളിക്കാത്ത ആളുകളെ വിളിക്കേണ്ടി വരും. സംസാരിക്കാത്ത ആളുകളോട് സംസാരിക്കേണ്ടി വരും. അതാണ് ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. നിങ്ങളൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെന്ന് കരുതുക. നല്ല കഴിവുണ്ട് നിങ്ങൾക്ക്, നിങ്ങൾ ഇതുവരെ പഠിച്ചു വന്ന എല്ലാത്തിനും റാങ്ക് ഹോൾഡറാണ്. പക്ഷേ നിങ്ങളൊരു കണക്കിന് ഈ മത്സര പരീക്ഷ ജയിക്കുന്നില്ല. എന്താ കാരണം? മത്സര പരീക്ഷ ജയിക്കണമെങ്കിൽ അവിടെ ഡിസിപ്ലിൻ വേണം. അവിടെ നിങ്ങൾ ചെയ്യേണ്ട കുറേ സിസ്റ്റം ഉണ്ട്. അവിടെ നിങ്ങൾ പാലിക്കേണ്ട കുറേ പദ്ധതികളുണ്ട്. അവിടെ നിങ്ങൾ ഇരിക്കേണ്ട മണിക്കൂറുകളുണ്ട്. അവിടെ നിങ്ങൾ ചെലവഴിക്കേണ്ട സമയമുണ്ട്. ആ സമയം നിങ്ങൾ ചെലവഴിക്കുന്നില്ലെങ്കിൽ അവിടെ ഒരിക്കലും നിങ്ങൾ വിജയിക്കില്ല. അതെപ്പോഴും നമ്മൾ ഓർമ്മയിലുണ്ടാവണം. നമ്മൾ ശരിക്കും സ്പെൻഡ് ചെയ്യേണ്ട ഒരു സമയമുണ്ട് എല്ലാത്തിനും. ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യണം. അതിപ്പോൾ രാവിലെ എണീക്കുന്ന കാര്യത്തിലായാലും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാൽ, നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിലായാൽ, നമ്മൾ ആളുകളോട് ഇടപെടുന്ന കാര്യത്തിലായാൽ, അങ്ങനെയൊക്കെ നമുക്ക് കൃത്യമായൊരു ഡിസിപ്ലിൻ ഉണ്ടാവണം. അതെല്ലാം ഒരു സിസ്റ്റം ഉണ്ടാവണം. ആ സിസ്റ്റം നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന തലവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാവണം. ഞാൻ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുണ്ട്. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ജീവിതത്തിന് ആവശ്യമായ ഒരു സിസ്റ്റത്തിനകത്തേക്ക് ഞാൻ ഇറങ്ങണം. അതല്ലാതെ ഞാൻ എപ്പോഴും എൻ്റെ സൗകര്യങ്ങളിലും സുഖങ്ങളിലും, ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സുഖങ്ങളിൽ മാത്രം ഇരുന്നുകൊണ്ടിരുന്നാൽ ഒരിക്കലും എനിക്കതിലേക്ക് എത്താൻ കഴിയും. നമ്മൾ ആ സുഖത്തെ ബ്രേക്ക് ചെയ്യണം. അതിനാണ് പണ്ടുള്ള ആൾക്കാർ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നൊക്കെ പറയും. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ട, അത് എക്സ്പാൻഡ് ചെയ്യുക, അതിനെ വലുതാക്കുക, അത് നമ്മളെ കംഫർട്ടാക്കി മാറ്റുക. കാരണം കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുമ്പോൾ മനസ്സ് പ്രഷറിലേക്ക് പോകും. നേരെ മറിച്ച് നമ്മൾ അതിനെ കൂടി നമ്മളെ കംഫർട്ടായിട്ട് സുഖമായിട്ട് കണ്ടാൽ മതി. നമ്മൾ ബ്രേക്ക് ചെയ്യാതെ ഞാൻ നേരത്തെ എണീക്കുന്നത് എനിക്ക് ആവശ്യമാണെന്ന് തീരുമാനിച്ച് അതിൻ്റെ ഒരു സിസ്റ്റമാണെന്ന് തീരുമാനിച്ചാൽ മതി. രാവിലെ വർക്കൗട്ട് ചെയ്യുന്നത് എൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, അതിൻ്റെ ഹെൽത്തിന് ആവശ്യമാണെന്ന് തീരുമാനിച്ചാൽ മതി. ധാരാളം വെള്ളം കുടിക്കുന്നത് എൻ്റെ സിസ്റ്റമാണ്, അതിൻ്റെ സിസ്റ്റത്തിന് ആവശ്യമാണെന്ന് ചിന്തിച്ചാൽ മതി. ദിവസവും ഒരാളെയെങ്കിലും പുതുതായി പരിചയപ്പെടുകയും നിലവിലുള്ള ബന്ധങ്ങൾ ശക്തമായി നിലനിർത്തുകയും ചെയ്യുന്നത് എൻ്റെ സിസ്റ്റമാണെന്ന് കരുതിയാൽ മതി. അത് നെറ്റ്വർക്ക് ബിൽഡിങ്ങിന് ആവശ്യമാണെന്ന് കരുതിയാൽ മതി. ഞാൻ എൻ്റെ ബിൽഡിങ്ങിൽ എൻ്റെ സമയത്തിന് ചെലവഴിക്കുന്ന സമയം, എൻ്റെ ഓഫീസിൽ ചെലവഴിക്കുന്ന സമയം എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. ഞാൻ എൻ്റെ പ്രിപ്പറേഷന് വേണ്ടി, പഠനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയം അത് അനിവാര്യമാണെന്ന് കരുതിയാൽ മതി. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുക. ആ ഡിസിപ്ലിൻ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ എപ്പോഴും നിയന്ത്രിക്കാൻ കഴിയൂ. അപ്പോൾ ടാലൻ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. ടാലൻറ്റിൽ അഭിരമിച്ചിരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുക. ഇപ്പോൾ തന്നെ പേപ്പർ എടുത്ത് എഴുതി വെക്കുക എന്ത് സിസ്റ്റമാണ് നിങ്ങളുടേത് എന്ന്.